നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായർ തോട്ട്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മൾ കർമ്മമേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഓഫീസിൽ പോകുന്നു, കൃത്യമായിട്ട് ജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അതോടൊപ്പം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, അതിലും ഒരു ചിട്ട വേണം എന്നുള്ളതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിൽ ചിട്ടയായ ജീവിതത്തിൻ്റെ അഭാവം നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നു. എന്താണ് ഈ ചിട്ടയായ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്കിന്ന് നോക്കാം. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും എല്ലാം തന്നെ പ്രപഞ്ചത്തിലെ താളാത്മകമായ വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് ജീവിതം നിലനിർത്തിപ്പോരുന്നത്. ദിനരാത്രങ്ങൾക്കനുസരിച്ചുള്ള ഈ താളാത്മകതയെ സിർക്കേഡിയൻ റിതം എന്നാണ് പറയുന്നത്. എല്ലാ 24 മണിക്കൂറിലും വളരെ കൃത്യമായ രീതിയിലുള്ള പ്രകാശത്തിൻ്റെയും ഊഷ്മാവിൻ്റെയും വ്യതിയാനം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ലളിതമായി പറഞ്ഞാൽ രാത്രിയും പകലും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. രാത്രിയിൽ സ്വാഭാവികമായി നമ്മളുടെ എനർജി കുറഞ്ഞു വരുന്നു, ചൂട് കുറഞ്ഞു വരുന്നു. പകൽ നമ്മൾ ഊർജ്ജസ്വലരായി ജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതുപോലെ ജീവനുള്ള വസ്തുക്കളെല്ലാം തന്നെ തൻ്റെ ചുറ്റുപാടുകളിലെ വ്യതിയാനങ്ങളോട് ഇണങ്ങിയാണ് ജീവിക്കുന്നത്. ഇതുവഴി വിശക്കുമ്പോൾ ആഹാരം കണ്ടെത്തുകയും ഊർജം സംഭരിച്ചു വയ്ക്കുകയും വളരുകയും രോഗമുക്തി നേടുകയുമൊക്കെ എല്ലാ ജീവജാലങ്ങളിലും നടന്നു വരുന്ന പ്രക്രിയകളാണ്. മനുഷ്യരിൽ ഈ ഒരു ഋതമാണ് ഉറക്കമുണരുക, ഉറങ്ങുക, ശാരീരിക ഊഷ്മാവ് നിലനിർത്തുക, രോഗപ്രതിരോധ ശക്തി നൽകുക, ദഹനവ്യവസ്ഥയെ നിയന്ത്രിക്കുക, തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്നിവയൊക്കെ ചെയ്യുന്നത്. ഇതിനെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ദിവസവും കൃത്യസമയങ്ങളിൽ ഉറക്കം, ആഹാരം, മറ്റു ദൈനംദിന പ്രവൃത്തികൾ എന്നിവ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ ഉറക്കം വരികയും വിശപ്പ് വരികയും നമ്മുടെ ആന്തരിക പ്രവർത്തനങ്ങൾ ഒരു ചാക്രിക ക്രമത്തിൽ ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒന്നിനും സമയക്രമമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അതായത് തോന്നിയ പോലെയുള്ള ജീവിതം, ഉറക്കം തോന്നിയ പോലെ, ആഹാരം തോന്നിയ പോലെ, അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സൂക്ഷ്മകോശങ്ങളിൽ വരെ ഇത് വ്യതിയാനങ്ങൾ സൃഷ്ടിക്കും. ആയുർവേദ ഭാഷയിൽ പറയുകയാണെങ്കിൽ വാതപിത്ത കഫങ്ങളാകുന്ന 3 ദോഷങ്ങളെ അത് ഇംബാലൻസ്ഡ് ആക്കുന്നു. ഇത് പിന്നീട് ഒബിസിറ്റി, ഡയബറ്റിസ്, ഉറക്കമില്ലായ്മ പോലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. അതുകൂടാതെ തുടർന്ന് മറ്റു പല മാരക രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ആഹാരത്തിൽ നിയന്ത്രണമോ സമയക്രമമോ പാലിക്കാതിരിക്കുക, രാത്രിയിൽ ഉറക്കമൊഴിച്ച് പകൽ കൂടുതലായിട്ട് ഉറങ്ങുക, സമയാസമയങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക, ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ക്ലോക്കിന് വിപരീതമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തെ മൊത്തം വിപരീത ദിശയിൽ കറക്കുന്നു. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ഇതിലെല്ലാം ഒരു ചിട്ട വേണമെന്ന് നിർദ്ദേശിക്കുന്നത്. ചിട്ടയായ ജീവിതം വാതപിത്ത കഫങ്ങളാകുന്ന ത്രിദോഷങ്ങളെ സന്തുലനാവസ്ഥയിൽ നിലനിർത്തി ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നു. ഈ 3 എണ്ണത്തിന് വരുന്ന ഇംബാലൻസാണ് രോഗം. ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണ സഹിതം ഞാനിവിടെ പറയാം. ഒരു പകലെടുക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ സ്വാഭാവികമായി തന്നെ വാതം കൂടുന്നത് വൈകിട്ടും പിത്തം കൂടുന്നത് ഉച്ചയ്ക്കും കഫം കൂടുന്നത് രാവിലെയുമാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ അതാത് ദോഷങ്ങളെ വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ രാവിലെ നേരത്തെ ഉണർന്ന് വ്യായാമം മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ കഫവർദ്ധനവിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്നും ഈ സമയം കിടന്നുറങ്ങുകയാണെങ്കിൽ കഫജന്യമായ രോഗങ്ങൾ കൂടുതലായിട്ടുണ്ടാകുന്നു. പലർക്കും ഈ സൈനസൈറ്റിസ്, അതുപോലെ മൂക്കടപ്പ്, പോളിപ്പിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. നമ്മുടെ കർമ്മമേഖലകളിൽ കൃത്യത പാലിക്കുന്നതോടൊപ്പം ദൈനംദിന ജീവിതത്തിലും നമുക്ക് ഒരു ചിട്ടയായ രീതി അത്യാവശ്യമാണ് ഫോർ എ ഹെൽത്തി ബാലൻസ്ഡ് ലൈഫ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.